ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാർബമൈഡ് ഫോർട്ടെ എന്ന ബ്രാൻഡിന്റെ പ്ലാൻ പ്രോട്ടീൻ പൗഡർ റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ പ്രോട്ടീനിന്റെ സാമ്പിൾ പാക്കറ്റ്. ഇത് വാട്ടർമെലൺ ഫ്ലേവർ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് കാർബമൈഡ് ഫോർട്ടയുടെ പ്ലാൻ പ്രോട്ടീൻ. ഇതിനകത്ത് ടോട്ടലായിട്ട് 5 സാച്ചറ്റാണ് ഉള്ളത്. ഓരോന്നിലും 25 ഗ്രാം പ്രോട്ടീൻ ആണുള്ളത്. ഇതാണ് ബാക്കി ഡീറ്റെയിൽസ്. ഇതിൻ്റെ MRP വരുന്നത് 99 രൂപയാണ് ഒരെണ്ണത്തിന്. 5 എണ്ണത്തിന് വരുമ്പോൾ ഏകദേശം 500 രൂപയാണ് ആവുന്നത്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് എനിക്ക് 5 ഫ്ലേവറാണ് കിട്ടിയത്. കണ്ടോ, ഇത് കഫേ മോച്ച ഫ്ലേവറാണ്. ഇത് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സാജറ്റ് 35.7 ഗ്രാം ആണ്. ഇതിനകത്ത് 25 ഗ്രാം പ്രോട്ടീൻ ആണുള്ളത്. ഇത് വേറെ ഫ്ലേവറാണ്, സെയിം കണ്ടന്റ് ആണ്, ഫ്ലേവർ മാത്രമേ വ്യത്യാസമുള്ളൂ. പൈനാപ്പിൾ മസാല ഫ്ലേവറാണ്. പിന്നെ ഇത് ബെൽജിയൻ ചോക്ലേറ്റ് ഫ്ലേവറാണ്. പിന്നെ ഇത് അൽഫോൻസ മാംഗോ ഫ്ലേവറാണ്. പിന്നെ ഇത് വാട്ടർമെലൺ ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് ഈ വാട്ടർമെലൺ ഫ്ലേവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 250 മില്ലി വെള്ളത്തിൽ മിക്സ് ചെയ്യണം പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളൊരു 250 മില്ലി വെള്ളം എടുത്തിട്ടുണ്ട് ഇവിടെ. കൃത്യം 250 മില്ലിയാണ്. ബോട്ടിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇതിന്റെ മിക്സബിലിറ്റി അത്ര പോരാ. നമ്മൾ വേ പ്രോട്ടീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്ലാൻ പ്രോട്ടീൻ ഒട്ടും മിക്സബിലിറ്റി ഇല്ല, വളരെ മോശമാണ്. നമ്മളിത് കുടിച്ചിട്ട് നമ്മൾ ഇത് ഇറക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ശരിക്കും അതിൻ്റെ ഒരു ചെറിയ തരികൾ നമുക്ക് ഫീൽ ചെയ്യും തൊണ്ടയിൽ. ഇതിന്റെ ഒരു അത്രത്തോളം നല്ല രീതിയിൽ വെള്ളമായിട്ട് മിക്സ് ആയിട്ടില്ല. ഞാൻ നന്നായിട്ട് തന്നെ ഷേക്ക് ചെയ്തിരുന്നു, പക്ഷെ അതിന്റെ അല്ല, ഇത് പ്ലാൻ പ്രോട്ടീൻ ആണ്. പ്ലാൻ പ്രോട്ടീൻ മോസ്റ്റ്ലി ഇങ്ങനെയാണ്. ഗൈസ്, ഇത് നമ്മൾ തൊട്ട് മുന്നേ കുറച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് നേരം ഇതിന്റെ മിക്സബിലിറ്റി നോക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇത് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏകദേശം ഇതിനകത്തുള്ള ഒരു കണ്ടന്റ് എല്ലാം താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു വെള്ളം പോലത്തെ ടേസ്റ്റാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ ഞാനിത് കുടിച്ച് കാണിച്ചു തരാം. ഗൈസ്, ഇത് വെള്ളം മൊത്തം തീർന്നു. ഇത് കണ്ടോ, മൊത്തം കട്ടിയായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കട്ടിയായിട്ട് കിടക്കുകയാണ്. കണ്ടോ, കടല പരിപ്പൊക്കെ നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ, ചെറുപയറൊക്കെ പൊടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നുള്ള രീതി കണ്ടോ. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത്രത്തോളം താഴെ സെറ്റിലായിട്ടുണ്ട്. കണ്ടോ, കണ്ടോ, ഇത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ പ്ലാൻ പ്രോട്ടീൻ വാങ്ങിച്ചാലും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും മിക്സബിലിറ്റി. അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി താഴെ മിക്സബിലിറ്റി ആയിരിക്കും.
പക്ഷെ നിങ്ങൾ വേ പ്രോട്ടീനുമായിട്ടും പ്ലാന്റ് പ്രോട്ടീനായിട്ടും കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വേ പ്രോട്ടീൻ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് മിക്സബിലിറ്റി. പ്ലാന്റ് പ്രോട്ടീൻ എപ്പോഴും മിക്സബിലിറ്റി കുറവായിരിക്കും. Okay guys, thanks for watching. Stay fit and keep going.